സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകൾ അഴിയും, ബന്ധനങ്ങൾ മാറും, രോഗങ്ങൾ നീങ്ങും, സാത്താൻ വിട്ടുപോകും. സ്തുതി പോയിരുമ്പോൾ പിശാചിന് നിൽക്കാൻ പറ്റുകയാണ്, അവൻ ഓടും. പ്രസ്ഥാനത്ത് 52 ദിവസം ഒരു കൊച്ചിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനത്തെ പിശാച് പറഞ്ഞത്, ഇവിടെ മുഴുവൻ സ്തുതിപ്പാണ്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ മേല, അതുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇവിടെ മുഴുവൻ സ്തുതിപ്പാണ്. പള്ളിക്കൽ ഇങ്ങനെ ആരാധനയും പ്രാർത്ഥനയും 24 മണിക്കൂർ ആരാധനയായിരുന്നു അന്ന്. 3-3.5 വർഷക്കാലം പ്രധാന പള്ളിയിൽ. ദിവികാരന് വർഷം ആരംഭിച്ചപ്പം എല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് പള്ളിയിൽ 1 വർഷം മുഴുവൻ ആരാധന നടത്താം, പള്ളി അടയ്ക്കണ്ട. ഓരോ 20 വാർഡ് അന്നുണ്ടായിരുന്നു. ഓരോ വാർഡുകാർ ഓരോ ദിവസം രാത്രിയും 24 മണിക്കൂർ ഏറ്റെടുത്തു. ഇപ്പോൾ കുർബാന കഴിയുമ്പം ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കും. പിറ്റേ ദിവസം കുർബാനയ്ക്ക് അച്ഛൻ വരുമ്പം ബ്ലെസ്സിങ് കൊടുത്തിട്ട് അടക്കും. കുർബാന കഴിയുമ്പോൾ വീണ്ടും എഴുന്നള്ളിച്ച് വെക്കും. എഴുന്നള്ളിച്ച് വെക്കുന്ന മുതൽ അടക്കുന്ന വരെ ഒരു വാർഡുകാർ ലീഡർ അത് സമയം കുറിച്ച ആൾക്കാരുടെ സൗകര്യം പോലെ അവരെ സമയം കുറിച്ചു. പകലും വൈകുന്നേരവും രാത്രിയും ഉറക്കമില്ലാത്ത കാരണവന്മാരും വല്യപ്പച്ചന്മാരൊക്കെ പാതിര കഴിഞ്ഞും വെളുപ്പാങ്കാലത്തും അങ്ങനെയൊക്കെ വന്ന് 2-3 പേര് വെച്ച് ഒരു 3 മണിക്കൂറിൻ്റെ സെഷൻ വെച്ച് അങ്ങിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് നിർത്തണ്ട. ദീപികാരൻ്റെ വർഷം കഴിഞ്ഞപ്പോഴത് തുടർന്നു. അങ്ങനെ അടയ്ക്കാതെ പള്ളി 3-3.5 വർഷക്കാലത്തോളം ആരാധന നടന്നു. അതുവഴി ആ ദേശം മുഴുവൻ പ്രകാശമായിപ്പോയി. പടിക്കാപ്പുറം പിതാവായ ഇടയ്ക്ക് വരും പറയുമായിരുന്നു, ഇവിടെ മുറ്റത്തോട്ട് കയറുമ്പോൾ ഇപ്പോൾ ഒരു പ്രകാശമായി എന്ന് പറയുമായിരുന്നു. ഒത്തിരി വിടുതൽ കിട്ടി. ഇങ്ങനെ ഒരു 3.5 വർഷക്കാലം 24 മണിക്കൂറും. പെസഹായ്ക്കും വലിയ പെരുന്നാളിനും ദുഃഖവെള്ളിക്കും മാത്രമേ അത് ആരാധന ഇല്ലാത്തുള്ളൂ. ബാക്കി കണ്ടിന്യൂസ് ആരാധിച്ചു. ആൾക്കാർ വന്ന് ആരാധിച്ചു. 20 വാർഡുകാർ മാറി മാറി ഏറ്റെടുത്തു. അതുവഴി ഒത്തിരി തെളിഞ്ഞു എല്ലാ രീതിയിലും. ഇപ്പം നാട് മുഴുവൻ വേറൊരു അവസ്ഥയിലോട്ടായി. അത് വലുതാവ് പറയും. അതിനു മുമ്പ് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ CV എസ്റ്റേറ്റാണ് രൂപതയുടെ, അവിടെ വന്ന് ചോദിക്കും, വെച്ച് തടി തരാവോ, ഇച്ചിരി വീട് പണിക്ക് അത് തരാവോ. എപ്പോഴും വന്ന ആൾക്കാർ ചോദിക്കുമായിരുന്നു ഇങ്ങനെ. അവർക്കെല്ലാം കഷ്ടപ്പാടായിരുന്നു. ഇപ്പം പിതാവ് പറയുക, വേണം ഇങ്ങോട്ട് തരാനോ ചോദിക്കുക. പള്ളി പണിയൊക്കെ വന്നപ്പോൾ ഇഷ്ടം പോലെ പൈസ എല്ലാത്തിനും. അത്രയും തെളിച്ചം. ദശാംശം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി.